ൂരിനടുത്ത് പെരുവയലിലുള്ള അഞ്ജന സോമശേഖരൻ എന്ന ഒരു ചിത്രകാരിയെയാണ്. ചിത്രകാരി മാത്രമല്ല, ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് വഴിയെ പറയാം. അഞ്ജന ഒരുപാട് വേൾഡ് റെക്കോർഡിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്? ഇപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം വേൾഡ് റെക്കോർഡ്, പിന്നെ യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇനി ഏത് റെക്കോർഡാ ബാക്കിയുള്ളത്? ഇനിയിപ്പോ കുറെ ഉണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രോസസ് കംപ്ലീറ്റ് ആവാൻ 1 ഇയർ മിനിമം എടുക്കും. നർത്തകിയാണ്, ചിത്രകാരിയാണ്, ഡ്രോയിങ്ങിലാണ് ഈ അവാർഡുകളൊക്കെ അല്ലെങ്കിൽ റെക്കോർഡുകളൊക്കെ നേടിയിട്ടുള്ളത്. പ്രത്യേക രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണ് മണ്ഡല ആർട്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് സംഭവം? മണ്ഡല ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ബുദ്ധ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ആ ഒരു സമയത്ത് അന്ന് ആളുകൾ വരച്ചു തുടങ്ങിയത്, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് കുറച്ചൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, അത്രയും സ്ട്രെസ്ഫുൾ ലൈഫിന്ന് എന്തെങ്കിലും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് ബാലൻസ് ചെയ്ത് സ്റ്റഡീസും കൂടെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി. ഡാൻസ് ഇപ്പൊ എന്തായാലും ഇപ്പം സ്ട്രെസ് ഉള്ള സമയത്ത് ഡാൻസ് കളിച്ചാൽ മാറുന്ന ചിലർ പറയും, പക്ഷെ എനിക്ക് നടക്കുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഡ്രോയിങ്ങിലേക്ക് വന്നത്. ഡ്രോയിങ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ സ്വന്തമായിട്ട് ചിലപ്പോ ഞാൻ യൂട്യൂബിൽ നോക്കുമായിരുന്നു, ചില സമയത്ത് ഇതേപോലെ ഗൂഗിളിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു പിക്ചർ സെലക്ട് ചെയ്യും, നോക്കിയിട്ട് വരയ്ക്കും. അതിന് പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സ്, വേറെ കുറെ ടൂൾസും കാര്യങ്ങളും ഒന്നും ഇല്ല. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള പെന്നാണെങ്കിൽ പെന്ന്, പെൻസിലാണെങ്കിൽ പെൻസിൽ, അത് വെച്ചിട്ട് വരയ്ക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ മണ്ഡല ആർട്ടിലേക്ക് വരുന്നത്. ഈ ഒരു ഫീൽഡിൽ തന്നെ വേൾഡ് റെക്കോർഡിന് അപ്ലൈ ചെയ്ത ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടതും, അപ്പൊ അങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തൂടാ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്. ഇതിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പീഡ് വെച്ചിട്ടാണോ? ടൈമാണോ? അതെ, ടൈമും സ്പീഡും രണ്ടും അതിൽ വരും. ആ കുട്ടി എനിക്ക് തോന്നുന്നു 1 hour 7 ഇമേജസ് ആണ് ചെയ്തത്. അതും സെയിം എന്റെ ടോപ്പിക് തന്നെ, നമ്മളുടെ ഹ്യൂമൻ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് വരച്ചതാ ചെയ്തത്. അപ്പൊ ഞാനും ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയപ്പോ എനിക്ക് തോന്നി, സാധാരണ പൂവ്, ചെടി, മരമൊക്കെ വരയ്ക്കുന്നതിന് പകരം ഇപ്പൊ എല്ലാരും ഒന്നും നമ്മളുടെ ഈ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കാണുന്നത് കുറച്ച് രസകരമായി കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ സാധാ പോലെയാണെങ്കിൽ നമ്മൾ ഹാർട്ട്, ലിവർ, കിഡ്നി ഒക്കെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കണ്ടിട്ടും ഉണ്ടാവില്ല, പിക്ചേഴ്സ് ആയിട്ട് പോലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വിചാരിച്ചു എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കാനും. അപ്പൊ അതില് ഞാൻ വായിച്ചെടുത്തോളം വെച്ച്, അല്ലെങ്കിൽ മണ്ഡല ആർട്ട് എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞതിന് ശേഷം ആ ഡിസൈൻസ് ഞാൻ ഈ ഹ്യൂമൻ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിലേക്ക് വരച്ചു. അതിന്റെ ശേഷമാണ് ഈ വേൾഡ് റെക്കോർഡിന് അപ്ലൈ ചെയ്യാന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെ ആ ഒരു 7 ഡ്രോയിങ്സ് ഞാൻ 1 hour 10 ഡ്രോയിങ്സ് ആക്കി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഇത്ര റെക്കോർഡ്സ് കിട്ടിയത്. അതിന്റെ കൂടെ തന്നെ ഒരു ഇന്റർനാഷണൽ ഗോൾഡൻ അവാർഡും കിട്ടി. ഇത് തമിഴ്നാട് ഗവൺമെന്റും കലാം വേൾഡ് റെക്കോർഡും രണ്ടുപേരും കൂടെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു അവാർഡ് ഷോ ആണ്. അതിലും കിട്ടി. അഞ്ജന 5ാം വയസ്സില് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ച് നടത്തുകയാണ്. പക്ഷെ പിന്നീട് ആ നൃത്തം ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ വയ്യാത്തത്രയും ഒരവസ്ഥയിൽ എത്തിപ്പെട്ടു. നമുക്ക് ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു സ്റ്റോറി ഒന്ന് കേൾക്കാം. അത് എനിക്ക് തോന്നുന്നു, ഞാൻ 9th ഏകദേശം കഴിഞ്ഞ് എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ്. ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞ 5ാമത്തെ ദിവസം, ഈ 5ാമത്തെ ദിവസമാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആ സമയത്തൊന്നും ഒന്നും കണ്ടില്ല. പിന്നെ എവിടുന്നാ വന്നത് എന്നറിയില്ല, ഒരു ബസ് വന്നൊരു എത്തിയിടിയായിരുന്നു. കല്ലേരി വെച്ചിട്ട്, കല്ലേരിയിൽ നിന്ന് നമ്മൾ പരിയങ്ങാട് റൂട്ടിലേക്ക് തിരിയുമ്പോ ആ ഒരു വഴിയിൽ വെച്ചിട്ട് തിരിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ബാക്കിൽ നിന്ന് ബസ് ഇടിച്ചത്. ആ ബസ് ഇടിച്ച സമയത്ത് ബ്രദർ ഒരു പുല്ലൊക്കെ ഉള്ള ഒരു കുറച്ച് ആ സ്ഥലത്തേക്കാണ് വീണത്. പക്ഷെ ആളെ സേവ് ചെയ്ത ഹെൽമെറ്റ് ആണ് കേട്ടോ. ഹെൽമെറ്റും അതേപോലെ ചിൻ സ്ട്രാപ്പ് ഒക്കെ ഇട്ട് പ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആള് സേവ് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്നെക്കാളും കൂടുതൽ അപകടം പറ്റ ഏട്ടനാണ്. ഞാൻ ഇതേപോലെ കണ്ടു നിന്നവർ പറയണതാണ് ആ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ഞാൻ ഇതേപോലെ പോകുമ്പോ ബാക്കിൽ ബസ് വന്ന് ഇടിച്ചപ്പോ ഞാൻ ബസ്സിന്റെ ഹൈറ്റിൽ പൊങ്ങിയിട്ട് റോഡിൽ താഴെ വീണതാണ്. ബസ് ഇടിച്ചപ്പോ ബസ്സിന്റെ ആ മുകളിൽ ഹൈറ്റ് വരെ പോയിട്ട് ബസ്സിനെ തട്ടി പിന്നെ റോഡിലേക്ക് താഴ്ത്തു വീണു. അങ്ങനെയാണ് കണ്ടു നിന്നവര് പറയണത്. അപ്പോ ആ വീഴ്ച കണ്ടു നിന്നവര് ചോദിക്കും, ഇപ്പോഴും ചോദിക്കും. എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ വിചാരിച്ച ഞാൻ അപ്പൊ തന്നെ തീർന്നു എന്നായിരുന്നു. അപ്പോ ആ ഒരു ഹൈറ്റിൽ പോയി താഴെ വീണപ്പോ കറക്റ്റ് സമയത്ത് എന്തോ ഒരു ബ്ലെസ്സിങ് പോലെ എൻ്റെ
ആന്റി വന്നു. ആള് ഇവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്, ഷാജിദ എന്നാണ് പേര്. അപ്പൊ ആന്റി വന്നു. ആന്റി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈമാണെന്ന് തോന്നുന്നു. ആന്റി വന്ന് ആന്റി കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം. ആന്റിക്ക് വേഗം തന്നെ എന്നെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ആന്റി മുമ്പോട്ടേക്ക് വേഗം തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 ആംബുലൻസിലായിരുന്നു. മെഡിക്കൽ കോളേജിലാണ്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അവിടെ അഡ്മിറ്റ് ആയി. അവിടെ അഡ്മിറ്റ് ആയപ്പോൾ അപ്പൊ തന്നെ ആന്റിക്ക് മനസ്സിലായി എനിക്ക് കോമയിൽ പോയി. അതെ, ഞാൻ വൊമിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഫിക്സും വന്നു. അപ്പൊ തന്നെ ആന്റിക്ക് മനസ്സിലായി ഇന്റേണൽ ഇഞ്ചുറി ആണ് എന്നുള്ളത്. കാരണം പുറമെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് തോന്നുന്നതാ ഇങ്ങനെ കയ്യിൽ 2 പാടുകളുണ്ട്, ഇതല്ലാതെ വേറെ ഒരു കുഴപ്പം എനിക്ക് പുറമെ ഒന്നുമില്ല. ഇങ്ങനെ ബ്ലീഡിങ്ങോ കാര്യങ്ങളും പുറത്തൊന്നുമില്ല, ഫുൾ അകത്താണ് പ്രശ്നം. പിന്നെ എന്റെ ഹിപ്പ് ബോണ് പൊട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വന്നത്. എന്റെ ഹിപ്പ് ജോയിന്റ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അകത്ത് എന്റെ ബ്രെയിനിന്റെ ഒരു സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു. ബ്രെയിനിൽ ഇന്റേണൽ ഇഞ്ചുറി, നമ്മൾ അതിന് സയന്റിഫിക്കലി പറയുമ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. അതായിരുന്നു എന്റെ പ്രശ്നം. അത് ആന്റി കണ്ടുപിടിച്ചത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി എന്ന് പറയാം. ഞാനിങ്ങനെ പോവെ എന്റെ പൾസ് കുറഞ്ഞു പോവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞത്. അവിടുന്ന് പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ഡോക്ടർ ഒന്ന് പേടിപ്പിച്ചു. അതായത് പേടിപ്പിച്ചല്ല, എന്റെ സ്ഥിതി അങ്ങനെയായിരുന്നു, പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു, ഇന്റേണൽ ഇഞ്ചുറി ആയതുകൊണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് അത്ര ഹോപ്പ് കൊടുക്കാനൊന്നും പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തോ ഭാഗ്യം എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ളവരുടെ, എൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് സർജറി ഒന്നും ഇല്ലാതെ തന്നെ ഒരു മിറാക്കിൾ എന്നാണ് അതിന് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത്. എത്ര ദിവസം അൺകോൺഷ്യസ് ലെവലിൽ ഉണ്ടായി? ഏകദേശം 1 മാസത്തിന്റെ അടുത്തേക്ക് തോന്നുന്നു. 15 ഡേയ്സ് എന്തോ. 15 ഡേയ്സ്, അതാണ് 1 മാസം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നതാണ്. ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 15 ഡേയ്സിന്റെ അടുത്ത് എങ്ങാനോ അങ്ങനെ. അതന്നെ കണ്ണു പറഞ്ഞാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്താ പ്രോപ്പർ പ്രശ്നം എന്നുള്ളത്. അപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പോ ആൾ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്, ഷീസ് ഫൈൻ എന്ന് പറഞ്ഞു. പക്ഷേ കൂടുതലായിട്ട് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണ് തുറക്കണം, എന്നാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. കണ്ണ് തുറന്നപ്പോ ഇവര് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ ഇതാണല്ലോ, നമ്മളെ ഓർമ്മ ഉണ്ടോന്നാണല്ലോ. അപ്പൊ എന്റെ പേരൻസിനൊക്കെ കാണിച്ചു, ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചു. ഇത് ആരാന്ന് ചോദിച്ചു. എന്റെ അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ സമയം 5 സംതിങ് ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സായ റെഡ് ഡ്രസ്സായിരുന്നു ഇട്ടത്, അതും എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ശേഷമുള്ളത് എനിക്ക് ഓർമ്മയില്ല. കണ്ണ് തുറന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. കുറച്ച് ആരൊക്കെ എന്നെ കാണാൻ വന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മ. എന്റെ കുറച്ച് ഫ്രണ്ട്സ്, എന്റെ ഒരുവിധം എല്ലാ ടീച്ചേഴ്സും അവര് ഡെയിലി വരുമായിരുന്നു. ഒരു കുറെ അമ്പലങ്ങളിലോ എല്ലായിടത്തും പള്ളിയിലൊക്കെ ഓരോരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നു. പിന്നെ എന്റെ നാട്ടുകാരെല്ലാവരും, ഇവിടെ ഉള്ളവരെല്ലാവരും നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ അമ്പലത്തിലാണെങ്കിലും ഡെയിലി എനിക്ക് വേണ്ടി പൂജാ കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കണ്ണ് തുറന്ന സമയത്ത് അമ്മേനെയും അച്ഛനെയും ചോദിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതും ഇവര് പറഞ്ഞിട്ടുള്ള ഒരു ബേസിലാണ് ഞാൻ പറയുന്നത്. ഈ തലയ്ക്ക് പറ്റിയ കാരണം കൊണ്ട് തന്നെ നേഴ്സും ഡോക്ടറും പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് വയലന്റ് ആവുന്നുള്ളത്. ആ സമയം എന്നോടും തിരിച്ച് അതേ ഒരു രീതിയിൽ സംസാരിക്കരുത്. ഞാൻ ദേഷ്യപ്പെട്ടാലും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം, നേരെ മറിച്ച് സെയിം രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ അത് കുറച്ചുകൂടെ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്തൊക്കെയാ കാണിച്ചു വിട്ടത് അതൊക്കെ കുറച്ച് തമാശയും തോന്നും, ഇപ്പൊ ആലോചിക്കുമ്പോ സങ്കടമൊക്കെ തോന്നും കേട്ടോ. പേസ്റ്റ് എടുത്ത് എന്റെ ബ്രദറിന്റെ മുഖത്ത് തേച്ചിട്ടുണ്ട്, മരുന്ന് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഹോസ്പിറ്റലിന് നേഴ്സിനോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കല്ല എന്തോ എടുത്ത് എറിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്റെ ആ ഒരു വയലന്റ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം മേ ബി എന്താണെന്ന് ഡോക്ടർ പറഞ്ഞത് ന്യൂറോ പ്രോബ്ലം ആണ്. അതെ, ഒക്കെ ആ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞങ്ങളുടെ ഡോക്ടർ ന്യൂറോ സർജൻ ആയിട്ടുള്ള ഒരു സാറുണ്ട്, ശിവകുമാർ സാർ ഒരു ഫ്രണ്ടിനെ പോലെ ആയിട്ട് ഇങ്ങനെല്ലാം പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ആ ഒരു സ്ട്രെങ്ത് കൊടുത്തത് ഈ സാറും ആണ്. സാർ അത്രയും എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ നടക്കാനൊക്കെ തുടങ്ങാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോൾ ഏകദേശം 1 മന്തിന്റെ അടുത്ത്. അത് ആ സമയത്ത് തന്നെ അഞ്ജനയോട് ഡോക്ടർ പറഞ്ഞോ ഇനി ഉണ്ടാവാൻ പോകുന്ന
കാര്യങ്ങൾ അതായത് എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതായത് ഹൈറ്റ് മുകളിൽ കാണുന്നതൊന്നും എടുക്കരുത്. കാരണം എനിക്ക് അത് കൂടാതെ ഇയർ ബാലൻസിന്റെ പ്രശ്നം, തലവേദന, എനിക്ക് എപ്പോഴും തലവേദന. മൈഗ്രെയിൻ ആണെന്ന് അറിയാനും കുറച്ച് ലേറ്റ് ആയിട്ടോ. തലവേദന വന്നപ്പം ഇവരൊക്കെ വിചാരിച്ചു തലയ്ക്ക് വെച്ചതല്ല അതിന്റെ കുഴപ്പമാണെന്ന്. സ്മെല്ല് കിട്ടുന്നില്ല, സ്മെല്ല് പോലെ തന്നെയാണ് ടേസ്റ്റും. അത് എപ്പോഴാ തിരിച്ചറിഞ്ഞത് എനിക്ക് സ്മെല്ലും ടേസ്റ്റും ഇല്ല എന്നുള്ളത്? അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. ഞാൻ ഇവരോട് ചോദിക്കുമായിരുന്നു. എനിക്ക് ഫുഡൊക്കെ എനിക്ക് തോന്നുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം ബിരിയാണി കൊണ്ടുവന്ന് ആരോന്ന് എനിക്കത് അമ്മ വാരി തരുവാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അറിയുന്നില്ല ഞാൻ എന്താ കഴിക്കുന്നതെന്ന്. എന്തോ ഒരു സാധനം ഞാൻ ഇറക്കുന്നുണ്ട്, അതൊക്കെ അറിയും, പക്ഷെ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അമ്മേനോട് ചോദിച്ചാൽ എന്താ അമ്മ അങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് കാര്യം. ഇങ്ങനെ ഡോക്ടർ എനിക്ക് സ്ലോലി പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അത് നീ പേടിക്കണ്ട. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാഡം, ആ മാഡം ലളിത മാഡം പറഞ്ഞാല് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഡം ഒക്കെ ആയിരുന്നു സ്കൂളിൽ. അപ്പൊ അന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു ആക്സിഡന്റിന് ശേഷം എനിക്ക് മനസ്സിലായത് എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും ആ മാഡത്തിന്റെ സ്നേഹം എന്താണ് ഞാൻ അപ്പം മുതൽ ശരിക്കും അറിയാൻ തുടങ്ങി. മാഡം എൻ്റെ ഒരു ഗ്രാൻഡ് മദറിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു മദറിനെ പോലെ എങ്ങനെ വേണം പറയാം, ഞാൻ അത്രയും കെയർ ചെയ്തിട്ട് മാഡമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു മോൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട, ഇതേ പ്രോബ്ലം മാഡത്തിന്റെ ഹസ്ബൻഡിനും വന്നിരുന്നു. അപ്പൊ ആൾക്ക് ഈ പ്രശ്നം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മാറി, അതുകൊണ്ട് മോൾ ടെൻഷൻ ആവണ്ട, ഇത്തിരി സമയം കഴിഞ്ഞാൽ ഇത് മാറും എന്ന് പറഞ്ഞു. 2015 ഈ അപകടം സംഭവിച്ചത്. ഇപ്പൊ ഏകദേശം 7 വർഷമായി. ഇപ്പോഴും ഈ സ്മെല്ലും അതേപോലെ ടേസ്റ്റും വേണ്ടത്ര അളവിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് വന്നാല് കുറച്ചറിയും, പക്ഷെ എന്ത് സ്മെല്ലാണെന്ന് അറിയാൻ എന്തോ ഒരു സ്മെല്ലെന്ന് എന്തോ അതെ ഇതൊക്കെ അറിയാൻ പറ്റൂട്ടോ. ഇപ്പൊ നമ്മള് ഫിഷ് മാർക്കറ്റിലേക്കൊക്കെ പോയാൽ അപ്പൊ സ്മെല്ല് കുറച്ച് വരും. അപ്പൊ ഞാൻ ചോദിക്കും അമ്മ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടോ, എന്തോ ഒരു അൺപ്ലസന്റ് സ്മെല്ല് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും. 9ാം ക്ലാസ്സിൽ നിന്ന് ഈ അപകടം സംഭവിച്ചു. 9th എക്സാം എഴുതി. കേന്ദ്രീയ വിദ്യാലയം ആയതുകൊണ്ട് 9, 10 ഒക്കെ ബോർഡ് എക്സാം ആയിരിക്കും. എക്സാം ഒക്കെ എഴുതാൻ പറ്റി. അപ്പൊ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ മുന്നോട്ട് പോയത്? പഠിക്കാൻ എന്റെ ഫ്രണ്ട്സ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സ് ആണ്. എൻ്റെ എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ എന്നെ ഹിന്ദി പഠിപ്പിച്ച എൻ്റെ ഷൈൻഷ മാം ആണ്. അപ്പോൾ മാം ആണ് എന്നെ എല്ലാ കാര്യത്തിനും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തത്. 11th 12th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഹിന്ദി എടുക്കേണ്ട ആവശ്യമില്ല, ഹിന്ദി ഓർ മാത്സ് ആണ് ഓപ്ഷൻ ഉള്ളത്. പക്ഷേങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൂടെ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും, ഈവൻ ഇപ്പോഴും അതെ. ഈ മാഡം, പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു മഹിത മാഡം ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഇപ്പൊ പറയുകയാണെങ്കിൽ കുറെ പേരുണ്ട്. മാത്സിന്റെ ടീച്ചർ കുഞ്ഞമ്മ മാഡം ആണെങ്കിൽ അങ്ങനെ കുറെ പേര്. 10th 11th 12th ഇതിലൊക്കെ നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി. 11th കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു, 12th അത്. പഠിക്കുന്ന സമയത്ത് ഓർമ്മയിൽ നിൽക്കുമായിരുന്നോ? അതേപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നു? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലാസ് ഒന്നും പ്രശ്നമില്ല, പക്ഷെ ഓർമ്മശക്തി കുറയുന്നുണ്ടെങ്കിൽ തോന്നി. മാത്സിൽ ഒരു പേപ്പറിൽ എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ല. ക്ലാസ് ശ്രദ്ധിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. 10th മാത്സിന്റെ പേപ്പർ കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഹാഫ് ഇയർലി എക്സാമിന്റെ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇന്ന് ആശാ മാഡായിരുന്നു ഞങ്ങൾക്ക് മാത്സ് എടുക്കുന്നത്. അപ്പം മാം എന്നെ വിളിപ്പിച്ചു. എല്ലാവർക്കും പേപ്പർ മാർക്ക് പറഞ്ഞിട്ടാ കൊടുക്കുക, എനിക്ക് മാത്രം എൻ്റെ പേപ്പർ മാത്രം മാർക്ക് പറയാതെ തരാന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു മോക്ക് ഓർമ്മയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം ഇല്ല, എന്നാലും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാല് അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തന്നെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ മാമിന് തന്നെ അത് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞാൻ ആൻസർ ചെയ്ത് വരുന്ന ആ ഒരു സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ഫൈനൽ ആൻസറിലേക്ക് എത്തുമ്പോ തെറ്റിപ്പോകുന്നു, വേറെ എവിടേക്കൊക്കെയോ പോകുന്നു. അപ്പൊ അതെനിക്ക് എവിടേക്കോ എന്തോ കുഴപ്പമുണ്ടെന്ന് മാമിന് തന്നെ മനസ്സിലായി. എന്നിട്ട് മാം എൻ്റെ അടുത്ത് പറഞ്ഞു കാര്യമാക്കണ്ട, നമുക്ക് ശരിയാക്കാം, ഇതിപ്പോ ഞാൻ തൽക്കാലം കണ്ണടക്കിയാണ്, ഇനി അങ്ങോട്ട് ശരിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം നല്ലപോലെ സ്കോർ ചെയ്ത ഒരു കുട്ടി പെട്ടെന്ന് താഴ്ന്നു പോകുമ്പോ എനിക്ക് എന്നെ തന്നെ ഡൗൺ ആക്കണ പോലെ ആവുമല്ലോ. മാം ഹെൽപ്പ് ചെയ്തു. ഏകദേശം 98% മാർക്സ് വാങ്ങിച്ചിട്ട് ഞാൻ 10th പാസ്സായി. എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ പഠിച്ചെടുത്തു. പക്ഷെ ആ 10th ഫൈനൽ എക്സാമിന്റെ ദിവസം മാത്സിന്റെ പേപ്പർ ഉള്ള ദിവസം ഞങ്ങൾക്ക് KV 1 വെച്ചിട്ട് എക്സാം ഉണ്ടാവുക, ഈസ്റ്റിൽ വെച്ചിട്ട്. അപ്പൊ അവിടേക്ക് പോകുന്ന വഴി
ഞങ്ങൾ കാറിലാണ് പോയോണ്ടിരുന്നത്. സെയിം ഇതേപോലെ ബാക്കിൽ ഒരു ബൈക്ക് വന്നിടിച്ചു. ഞാൻ ഇരിക്കുന്ന സൈഡിൽ ബാക്കിൽ ബൈക്ക് വന്നിടിച്ചു. പെട്ടെന്ന് എനിക്ക് ഒരു പ്രശ്നം വന്നു. അങ്ങനെ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കരയാൻ തുടങ്ങി. കാരണം എന്റെ സൈഡിലാണ് ഇടിച്ചത്. ഫുൾ എന്റെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയി. എനിക്ക് എന്തോ ഒരു പ്രശ്നമായി. ഞാൻ എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേര് അച്ഛൻ എങ്ങനെയൊക്കെ ഓട്ടോയിലൊക്കെ കയറ്റിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. പക്ഷെ എനിക്ക് A2 കിട്ടിട്ടോ. നമ്മള് A ഗ്രേഡ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് CBSE A2 ആണ്. അപ്പൊ എനിക്ക് A2 കിട്ടി. A1 കിട്ടിയില്ല, A2 കിട്ടി. എനിക്ക് വിഷമമുണ്ട്, എന്നാലും അത്രയെങ്കിലും എത്തിച്ചില്ല. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ ഫെയിൽ ആവുമെന്ന് വിചാരിച്ച പേപ്പർ ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ അതിൽ രക്ഷപ്പെട്ടു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സ് കാണിക്കുന്ന സപ്പോർട്ട്. ഇനി മുന്നോട്ട് പഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നല്. എനിക്ക് ആക്ച്വലി ഒരു ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം 9th പഠിക്കുന്ന സമയത്ത്, തുടക്കത്തിലെ. കാരണം എന്റെ അമ്മ ടീച്ചറാണ്, അതുകൊണ്ടല്ല കേട്ടോ. എനിക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ പഠിക്കുന്ന മെത്തേഡ് അങ്ങനെയാ. ഞാനൊരു ബോർഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിൽ എഴുതി ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കും. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്ത് അങ്ങനെയൊക്കെയാ പഠിക്കുക. അപ്പോൾ എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ ആക്സിഡന്റ് വെച്ചല്ലോ. അപ്പൊ എന്നെ സേവ് ചെയ്ത ഡോക്ടറാണല്ലോ. അപ്പൊ ഡോക്ടർ ആവാനായി ആഗ്രഹം. പിന്നെ അമ്മയും കുറച്ച് പുഷ് ചെയ്തു. അമ്മയ്ക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം, പക്ഷെ കഴിഞ്ഞില്ല. അപ്പൊ നീ ഡോക്ടറെ കാണാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ അതൊരു ഉറച്ച തീരുമാനമാണല്ലോ. എനിക്ക് ജീവിതം തിരിച്ചു തന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കും ഒരു ഡോക്ടർ ആവണമെന്ന് തോന്നി. അപ്പോ അങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റ് അതാണ്. നല്ലൊരു പ്രൊഫഷൻ ആണ്. ഇതേപോലെ എന്നെ സേവ് ചെയ്തല്ലോ, അതേപോലെ ഞാനും കുറെ ലൈഫ്സ് സേവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്ക് ശേഷം പിന്നീട് മെഡിസിൻ. എനിക്ക് 9th ശേഷം പിന്നെ ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ കുറെ ആളുകൾ എന്നോട് ചോദിച്ചു, ഇത്രയും ഒക്കെ പ്രശ്നത്തിന്റെ ഇടയിൽ നിനക്ക് മെഡിസിൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നില്ലേ? ആ ചോദ്യത്തിന് എങ്ങനെ നേരിട്ടു? ആ ചോദ്യം വന്ന സമയത്ത് ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റൊന്നുമില്ല. കാരണം ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചില്ല, ഇവരൊക്കെ പറയുന്നതിന് കാര്യമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ചുമ്മാ ഡോക്ടർ ആവില്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കുന്ന കാര്യമല്ല, പോട്ടെ വിട്ടേക്കാന്ന് വെച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും, അങ്ങനെ പറയുന്നവർക്കൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ, അതല്ലേ വേണ്ടതെന്ന് തോന്നും. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. എല്ലാവരും പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനത്തെ മോട്ടിവേഷൻ ക്ലാസ് തരുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ കേട്ടാലും ഞാൻ മറന്നു. അങ്ങനെ മെഡിസിൻ എങ്ങനെ എത്തിപ്പെടുന്നത്? എവിടെ ഇപ്പൊ പഠിക്കുന്നത്? ഞാൻ മാംഗ്ലൂരാണ്, ഫാദർ മുള്ളർ ഭരണ കോളേജിലാണ്. അവിടെ ഹോമിയോപ്പതിക്കാണ് പഠിക്കുന്നത്. ഹോമിയോപ്പതിയിലേക്ക് എങ്ങനെ എത്തിയെന്ന് കുറെ പേര് അങ്ങനെ ചോദിക്കായിരുന്നു. സംഭവം എനിക്ക് ഹോമിയോപ്പതി ഇഷ്ടമാണ്. പക്ഷേങ്കിലും ഞാൻ ആദ്യം MBBS വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ 3 പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് മാനേജ്മെന്റിലെ സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് ഉറപ്പ് വന്നു. മാനേജ്മെന്റ് എന്തായാലും നമ്മളെ കൊണ്ട് താങ്ങൂലെന്ന് തോന്നി. അതുകൊണ്ട് വിട്ടതാണ്, ഹോമിയോയിലേക്ക് മാറിയതാണ്. നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അനാട്ടമി പോലുള്ള സംഭവങ്ങൾ? പ്രശ്നമില്ല, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ തലവേദന അങ്ങനത്തെ പ്രശ്നം. പക്ഷെ ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം റീസെന്റ് വന്നു. അതെന്ന് പറഞ്ഞാല് കുറച്ച് എക്സ്ട്രീം ആയിപ്പോയി. ഞാൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തല വല്ലാതെ കുനിച്ചിട്ട് എഴുതാം. അങ്ങനെ എന്നോട് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ കുറേ ഫോഴ്സ് കൊടുത്തിട്ട് അങ്ങനെ പ്രഷർ കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എല്ലാം 10-20 പിക്ചറൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. പിന്നെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് ഞാൻ സ്ലിപ്പ് ആവുമായിരുന്നു, നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫുള്ള് വൊമിറ്റ് ചെയ്യാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതും വൊമിറ്റ് ചെയ്ത് പോകും. ഒരു സാധനം കഴിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. നമ്മൾ തളർന്ന് വീഴണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഹോസ്റ്റലിലുള്ള ആൻറ്റി എനിക്ക് നാരങ്ങ കൊണ്ട് തന്നിരുന്നു. പക്ഷെ അതൊക്കെ കുടിച്ചിട്ടും അങ്ങനെ വൊമിറ്റ് ചെയ്യാം. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ പോയി പഠിക്കുന്ന സമയത്തുണ്ടായ ഫിസിക്കൽ പ്രോബ്ലം ഇതൊക്കെ തോന്നിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്ത കോളേജാണ്. കാരണം ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണത്. എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതി വന്നതിന് ശേഷം ഏറ്റവും നന്നായിട്ട് അറിയപ്പെട്ടത് ഈ കോളേജിൽ വന്നതിന് ശേഷമാണ്. ഇവിടെയാണ് തുടക്കത്തില് കുറേ ആയിട്ട് അവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ കാണിക്കാൻ പോകുന്ന കുറച്ച് ഡോക്ടേഴ്സൊക്കെ ആ കോളേജിനെ പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ പോയി പഠിച്ചത്. പിന്നെയും എനിക്ക് അമ്മേനെയും അച്ഛനെയൊക്കെ ഭയങ്കര ഹോം സിക്നെസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് ശരിയായി. പക്ഷെ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങും. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയാം അമ്മ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. പിന്നെ അമ്മ കുറേ ഇങ്ങനെ സപ്പോർട്ട് തരും. പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ സപ്പോർട്ട് തന്നിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പഠനം ആ നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ 2nd ഇയർ ആയി പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിത്രകലയിലേക്ക് വരാം. അതിന്റെ തുടക്കം എങ്ങനെയാണ്? എനിക്ക് നിങ്ങൾ ഈ ഇൻട്രോവേർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. സാധാരണ ഇൻട്രോവേർട്ട് ആകുന്ന ആളുകള് കൂടുതലായിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? മേ ബി അങ്ങനെയായിരിക്കും, ജനറലി അങ്ങനെയായിരിക്കും. പക്ഷെ ഞാനൊരു എക്സെപ്ഷണൽ കേസാണ്.
എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്. ഒരാഴ്ച ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോയിരുന്നു, ചെറിയ കുട്ടിയാവുമ്പോ, വളരെ ചെറിയ ഏജില്. അത് പറഞ്ഞാൽ ഇവിടെ ഒരു ചേച്ചി വെറുതെ പഠിപ്പിക്കാൻ വരുന്നതാ. അതിൽ ഞാൻ പഠിച്ചത് ഒരു വീട്, ഒരു മരം, ഒരു തെങ്ങ്, ഇത് മൂന്നേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അത് നോർമൽ ഡ്രോയിങ്, പിന്നെ കുറച്ച് പെയിന്റിങ് ചെയ്യാൻ, അത്ര മാത്രമേ പഠിച്ചുള്ളൂ. പിന്നെ എനിക്ക് അത് മടുത്തു, ഒഴിവാക്കി. അപ്പൊ ഒക്കെ എനിക്ക് ഡാൻസിനോടാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ ആ ഫീൽഡിലേക്ക് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മെഡിക്കൽ പഠിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് കുറെ റെക്കോർഡ് റൈറ്റിങ്ങും കുറെ ക്ലാസ് ക്ലിനിക്സിന്റെയും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ സ്ട്രെസ് കയറാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഒരു ഹോബി ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് അതിനെ ഈ സ്ട്രെസ് റിലീഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ സ്ട്രെസ് ബോധപൂർവമാണോ അങ്ങനെ ഒരു സംഭവം തെരഞ്ഞെടുത്തത്? അതെ, സ്ട്രെസ് റിലീഫ് വേണ്ടിയിട്ട് ആണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ പിന്നെ ഞാൻ അതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചത് ടൈം പാസിന് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അത് ചെയ്തു തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ഞാൻ ഇപ്പൊ ചൂസ് ചെയ്ത ഈ മണ്ഡല ആർട്ട് പറയുമ്പോ നന്നായിട്ട് ക്ഷമ ഉള്ളവരെ അത് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ആദ്യമേ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മൈൻഡ് കുറെ റിലാക്സ് ആവും. ഒരു കോമ്പസ് എടുത്ത് ആദ്യം സർക്കിളിൽ വരച്ചു, പിന്നെ കുറച്ച് ഡിസൈൻ ഒക്കെ ഇട്ടു, അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. ആദ്യം ഒന്നും എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ വേണം. എനിക്ക് തീരെ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ തോന്നിയൊരു ഡോക്ടർ ആവണമെങ്കിൽ ആദ്യം വേണ്ടത് ക്ഷമയാണ്, അതില്ലെങ്കിൽ നടക്കൂല. അപ്പൊ ക്ഷമയൊക്കെ ഉണ്ടായി, ക്ഷമയൊക്കെ വന്നു. പക്ഷെ ഈ ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് ആ ക്ഷമ വരുന്നില്ല. പിന്നെ 2-3 ദിവസം ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തു നോക്കി എന്തെങ്കിലും, അല്ലാതെ വേറെ ഞാൻ നോക്കിയിട്ട് സ്ട്രെസ് റിലീഫിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. അപ്പൊ ഈ ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് ഒഴിവാക്കാനും തോന്നുന്നില്ല. എന്നാൽ ഞാൻ ആലോചിച്ചു, എല്ലാരും വരയ്ക്കുന്നതല്ലേ സർക്കിളിലുള്ള മണ്ഡല ആർട്ട്, അത് എല്ലാരും ചെയ്യുന്നതാണല്ലോ, ഇതിനെ പറ്റി അറിയുന്നവരെല്ലാരും ചെയ്യുന്നതാ. കുറെ പേര് യൂട്യൂബിൽ നോക്കിയിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് അതിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ തോന്നി. ഞാന് ഒന്നെങ്കിൽ ഏതെങ്കിലും ബേർഡ്സ്, ആനിമൽസ് ഇതിനൊക്കെ എടുത്തിട്ട് ആ സംഭവം എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഈ മണ്ഡല ഡ്രോയിങ്, ഈ ഡിസൈൻസ് ഒക്കെ ഒരു പ്രത്യേകതരം ഡിസൈനാണ്. ഒരു പ്രത്യേക വലിയ സംഭവമായിട്ടുള്ള ഡിസൈൻ അല്ല. നമ്മൾ ഈ ഹെന്നയിൽ കാണുന്ന കുറെയൊക്കെ അതായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇത് ബുദ്ധിസം ആ ഒരു ഫീൽഡിലുള്ള ആ ഒരു ഭാഗത്തുള്ളവർ അവരുടെ ആ ഒരു ട്രഡീഷനിലുള്ളതാണ് ഈ സംഭവം. അപ്പോ ആ ഡിസൈൻസ് ഒക്കെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേറെ ഓരോ ഒബ്ജക്ട്സിലേക്കൊക്കെ അത് കൊണ്ടുവരാൻ പറ്റും. ഈ ഡിസൈൻസ് വെച്ചിട്ട് അത് കുറച്ച് വ്യത്യസ്തമാണല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഓരോരോ സംഭവങ്ങളൊക്കെ വരച്ചു തുടങ്ങിയത്. കുറച്ച് ഫിഗേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ട്, ഈ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് ചൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഈ റെക്കോർഡിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണമല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ വീഡിയോ ആയിട്ട് എടുക്കണം. ഫുൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അവർക്ക് കാണണം. അവര് വീഡിയോ കോളിലും വരും. നമ്മൾ ഒരാൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഡിയോ കോളിൽ വരും. അപ്പൊ ആ വീഡിയോ കോളിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവർ നോക്കിയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ. അത് അവർക്ക് പ്രൂഫായിട്ട് വേണം. അപ്പൊ ഞാനത് അങ്ങനെ വീഡിയോ കോള് വെച്ചു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ വീഡിയോ കോള് ഓൺ ആക്കി. അപ്പൊ അമ്മ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോ ഞാൻ അമ്മേനോട് മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഞാനൊക്കെ വരച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ 1 hour 3 minutes എടുത്തു 10 ഫിഗേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ അത് ന്യൂ വേൾഡ് റെക്കോർഡായി. അപ്പൊ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കിട്ടിയപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് എനർജി കൂടി. സ്വന്തമായിട്ടൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ അടുത്തതിലേക്ക് അയച്ചു. ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയത്. എന്റെ നാട്ടിൽ തന്നെ വേറൊരു കുട്ടിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഡ്രോയിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു, എന്ത് ലക്കിയാണ് ആ കുട്ടി. പക്ഷെ ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇത് നേടിയെടുത്തത്. ശരിക്കും ഷീസ് ബ്രില്യന്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്നെ കൊണ്ടും നടക്കുന്ന കാര്യമാണ് എന്നുള്ളത്. എന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് എനർജി അങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ ഓരോന്നും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ് ഇതിനൊക്കെ അയച്ചത്. അപ്പൊ അയച്ചപ്പോൾ എല്ലാവർക്കും പ്രൂഫ് വേണം, അത് അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർ ക്രോസ് ചെക്ക് ചെയ്ത് കുറച്ച് മന്ത്സ്, കുറച്ച് ഡേയ്സ്, ചിലത് കുറച്ച് വീക്സ് ഒക്കെ എടുത്തിട്ട് അവസാനം റിസൾട്ട് അയച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പം ഇപ്പൊ ഇതാ മലേഷ്യൻ വേൾഡ് റെക്കോർഡിന്റെ സംഭവം ഉണ്ട്, മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ അതിന് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിനും വെയിറ്റ് ചെയ്യാണ്. നർത്തകിയാവുക എന്നുള്ളത് ഒരു മോഹമായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇത്ര
ചെറുപ്പം തൊട്ടേ നിങ്ങള് നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. എന്താണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? പറഞ്ഞാല് ഇപ്പൊ പറ്റും, പക്ഷെങ്കിലും ആ ഒരു സമയം ഓൾമോസ്റ്റ് ഒരു 2 to 3 years എന്നോട് കളിക്കണ്ടെന്ന് പറഞ്ഞതാ. കാരണം ആ ബോണ് ചെറിയ കുട്ടിയാകുമ്പോ പറ്റിയതായതുകൊണ്ട് അത് എന്തായാലും വേഗം തന്നെ ഫിക്സ് ആവും. പക്ഷെ ആ ഒരു ടൈം നമ്മള് ശ്രദ്ധിക്കാതെ പോയാല് എന്തായാലും അതിന്റെ മേലെ ഒരു അപകടം കൂടെ പറ്റിയാ പിന്നെ ഒന്നും നടക്കൂല. നല്ലൊരു ഭക്തയാണല്ലോ. അതെ, കൃഷ്ണന് ഭയങ്കര ഇഷ്ടാണ്. എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്. പക്ഷെ എപ്പോഴും എന്തെങ്കിലും അമ്പലത്തിലൊക്കെ പോയ കൃഷ്ണ കൃഷ്ണ എന്നാണ് ആദ്യം അങ്ങനെ വിളിച്ചു പോവാ. പിന്നെന്താണ്, അവിടെ അമ്പലത്തിലൊക്കെ ഞാൻ ഡ്രോയിങ് ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാന് ശ്ലോക ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓരോ അങ്ങനെ കൃഷ്ണന്റെ ഓരോരോ പേരുകളില്ലേ, ഇപ്പൊ അതൊക്കെ വെച്ചിട്ട് യൂഷ്വലി നമ്മൾ ഗുരുവായൂര് പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്, ഗുരുവായൂരപ്പനെ വിളിക്കുന്ന ഒരു ശ്ലോകം ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ എഴുതി ഓം നാരായണായ നമഃ എന്ന് പറയുന്നുണ്ടല്ലോ, ആ ശ്ലോക ഞാന് കൃഷ്ണനാക്കി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അത് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ഗുരുവായൂർ കൊടുത്തിട്ടുണ്ട്. കൊടുക്കും. അതേപോലെ അല്ലാതെയും ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെയും കൃഷ്ണനെ തന്നെ വരയ്ക്കുമ്പോ പിന്നെ എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെയ്യുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക. എല്ലാ ദൈവങ്ങളെയും വരയ്ക്കും. ഗണപതിനെ വരച്ചിട്ടുണ്ട്. ഗണപതിനെ വരച്ചിട്ട് ഓരോരുത്തർ ഹൗസ് വാമിംഗ് ഒക്കെ വരില്ലേ, അപ്പൊ ഞാൻ എന്റെ ആന്റിമാർക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് എന്തായാലും ഒരു പൂജാ റൂം ഉണ്ടാവുമല്ലോ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഡ്രോയിങ് അപ്പൊ എന്തായാലും ഇവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോ അവര് കാണും. അങ്ങനെ കാണുമ്പോ എനിക്ക് തന്നെ ഒരു സന്തോഷം. ഇവര് ഡെയിലി എന്റെ ആ ഗണേശനെ കാണുന്നുണ്ടല്ലോ. പിന്നെ ദൈവങ്ങളെ മാത്രമല്ല വരയ്ക്കുക, ദൈവങ്ങളിൽ ഞാൻ ഇങ്ങനെ വരച്ചു തുടങ്ങിയതാണ്. പിന്നെ അത് ഒരു അങ്കിള് ഒരു ദിവസം ഇവിടെ വന്നപ്പോ ആ അങ്കിളാണ് എനിക്ക് ഇത് സജസ്റ്റ് ചെയ്ത് തന്നത്, ഈ ഒരു ഐഡിയ. അതായത് ദൈവങ്ങളെയും വരച്ചു നോക്കൂ, എന്നിട്ട് അമ്പലങ്ങളിലൊക്കെ കൊടുത്തു നോക്കൂ പറ്റുകയാണെങ്കിൽ. അവരൊരു പോസിറ്റീവ് എനർജി അന്ന് തന്നിട്ടാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. അല്ലാതെ ഞാൻ പിന്നെ ബുദ്ധേനൊക്കെ ഇതിന് ശേഷം വരച്ചു തുടങ്ങിയതാണ്. പിന്നെ ഓരോരോ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് എടുത്തിട്ട് അതിലും മണ്ടലാട്ട് കൊണ്ടുവരും. എന്താണ് കൃഷ്ണനുമായിട്ടുള്ള അഭേദ്യമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം പിന്തുടരാറുണ്ട് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അതെന്താന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു നിഴല് കാണുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് ഇപ്പൊ എല്ലാരും വിശ്വസിക്കണമെന്നില്ല. അപ്പൊ ഞാൻ ആരോടും പറയലും ഇല്ല. ഞാനത് എനിക്കതൊരു നെഗറ്റീവ് വൈബായിട്ടല്ല കേട്ടോ തോന്നിയത്. ഒരു പോസിറ്റീവ് എനർജി എന്നെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ട്, ആ രീതിക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. അത് ഫിസിക്കലി വിസിബിൾ ആണോ സംഭവം? ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒന്ന് മുമ്പ് കൂടെ പാസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ അവിടെ ഇരിക്കുന്ന പോലെ, ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ സാധനം അവിടെ ഇല്ല. പക്ഷെ അത് വേറെ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പൊ പറയാൻ നിക്കണ്ടല്ലോ, അതുകൊണ്ട് പറയില്ല. അങ്ങനെ ഞാൻ തന്നെ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് നിൽക്കും. ആദ്യം ഞാൻ ഇവരോട് പറഞ്ഞപ്പോ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായ എന്താന്ന് വെച്ചാൽ അതൊന്നും ഇല്ല, നിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്, നിനക്ക് അങ്ങനെ തോന്നുന്നതാണ് ആയിരിക്കാം. സയന്റിഫിക്കലി പറയുമ്പം അങ്ങനെ ആയിരിക്കാം, മൈൻഡിന്റെ പ്രോബ്ലം ആണെന്ന് പറയും. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ ഡീപ്ലി അതിൽ വീഴുന്നില്ല. ഒരു കൈൻഡ് ഓഫ് മൈൻഡിന്റെ പ്രശ്നം ആയിരിക്കാം. പക്ഷേങ്കിലും ഞാൻ അതിനൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ എപ്പോഴൊന്നും കാണുന്നില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോ ആ സമയത്താണ് ഞാൻ കൂടുതലും കാണാം. അപ്പൊ ഞാൻ വിചാരിക്കുക എന്താ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നു, അങ്ങനെ ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. തകർന്നു എന്ന് കരുതിയ ഒരു ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതിന്റെ ഉദാത്ത മാതൃകയാണ് അഞ്ജന സോമശേഖരൻ. ഒരു കുടുംബം മുഴുവനായും തൻ്റെ സപ്പോർട്ടിനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അഞ്ജനയ്ക്ക് ഈ നിലയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാനായത്.